ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന ഗൗതമിൻ്റെയും നന്ദയുടെയും ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. സൂപ്പർ ഹിറ്റ് എന്ന് പറഞ്ഞാൽ സൂപ്പർ ഹിറ്റ് വിശേഷം തന്നെയാണ്. നമ്മളെല്ലാവരും കാത്തിരുന്ന ആ ഒരു മുഹൂർത്തമാണ്. വേറെ ഒന്നുമല്ല, നമ്മുടെ അർജുൻ തിരികെ ഇന്ദീവരൻ തറവാട്ടിലെത്തുന്നു നന്ദയുടെ കൂടെ. ഒരു വലിയ ട്വിസ്റ്റ് തന്നെയാണല്ലേ. അപ്പോൾ ഇന്നത്തെ പ്രധാന ഹൈലൈറ്റ് എന്ന് പറയുന്നത് അത് തന്നെയാണ്. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞു പോകുന്നത് വേറൊന്നുമല്ല, നിങ്ങൾക്ക് കേൾക്കാനും ഒരു ഇൻട്രസ്റ്റ് ആവുമല്ലോ. പിന്നെ നമ്മൾ എന്നും ഇങ്ങനെ ആകാംക്ഷപൂർവ്വം കാത്തു നിന്ന നിമിഷമാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആദ്യമേ ഒരു ഹൈലൈറ്റ് ആയിട്ട് പറഞ്ഞത്. ഏതായാലും നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം. അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ അർജുനും അതുപോലെ നന്ദയും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ ആവുന്ന തരത്തിൽ നമ്മുടെ നന്ദ ഓരോ കാര്യങ്ങൾ പറയും തോറും, ഇനി ഞാൻ ഇന്ദീവരൻ തറവാട്ടിലേക്കില്ല, ഒരുപാട് ഞാൻ അനുഭവിച്ചു, അതുകൊണ്ട് ഒരിക്കലും എനിക്ക് പറ്റില്ല ഇനി ഇന്ദീവരൻ തറവാട്ടിലേക്ക് വരാൻ എന്ന് നന്ദയോട് പറഞ്ഞിട്ട്, നന്ദയിടത്ത് ഇവിടുന്ന് പൊക്കോ, നന്ദയിടത്ത് ഇന്ന് ഇവിടെ നിന്നാലും നാളെ ഇവിടെ നിന്നാലും എത്ര ദിവസം ഇവിടെ നിന്നാലും ഈ അർജുൻ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു തീരുമാനത്തിന് മാറ്റം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. നന്ദ ആരാ മോളല്ലേ. ഏതായാലും ഇങ്ങനെ പറഞ്ഞത് നമ്മുടെ നന്ദ പറഞ്ഞു, തീരുമാനത്തിന് മാറ്റം ഉണ്ടാവോ ഇല്ലയോ ഒക്കെ അതൊക്കെ നമുക്ക് പതുക്കെ എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാം. ഏതായാലും ഞാൻ ഇവിടുന്ന് പോകുകയാണെങ്കിൽ അത് അർജുനുമായിട്ടേ പോകത്തുള്ളൂ എന്ന് തന്നെ ഒറ്റക്കാലിൽ നിന്ന് തപസ് ചെയ്യുകയാണ് നന്ദ. ഇതേ സമയം ആയിക്കോട്ടെ, നമ്മുടെ ഇന്ദീവരൻ തറവാട്ടിൽ വലിയ യുദ്ധം നടക്കുകയാണ്. യുദ്ധത്തിന് സത്യം പറഞ്ഞാൽ വാളും പരിചയമൊക്കെ എടുത്ത് നമ്മുടെ പിങ്കിയുണ്ട്. പിങ്കി ആണെങ്കിൽ അവിടെ എങ്ങനെയെങ്കിലും നന്ദ വരുമ്പം നന്ദേനെ അവിടെ കയറ്റാതെ ഇറക്കി വരണം. അതുകൊണ്ട് അരുന്ധതീനും ഓരോന്ന് പറഞ്ഞിങ്ങനെ ചൊടിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. അവൾ ഇത്ര ദിവസമായില്ലേ പോയിട്ട്, അവൾ ഇതുവരെ വന്നില്ലല്ലോ, അവൾ കുടുംബത്തിൽ പിറന്നവളല്ല, ഇതിനെല്ലാം വളം വെച്ച് കൊടുക്കാനായിട്ട് ലക്ഷ്മി ചെറിയമ്മ നിന്നിട്ടല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അങ്ങനെ അതും ഇതും ഒക്കെ പറയുമോ നമ്മുടെ നന്ദേനെ. അപ്പം മോഹിനി ഇതിന് കൂട്ടുപിടിച്ചിട്ട് മോഹിനിയും പറഞ്ഞു, അല്ലെങ്കിലും എൻ്റെ മരുമകളായിരുന്നെങ്കിലേ ഞാൻ ചെരുപ്പെടുത്ത് അടിച്ചേനെ, ഞാൻ ചൂലെടുത്ത് അടിച്ച് ഇറക്കി വിട്ടേനെ, ഇങ്ങനെ പോകുമായിരുന്നെങ്കിൽ എന്നൊക്കെ പറഞ്ഞപ്പോൾ അവളൊരു സ്റ്റഡി ടൂറിനല്ലേ പോയത്, അത് ഇതിനു മാത്രം എന്താ പ്രശ്നം ഇരിക്കുന്നതെന്ന് ചോദിക്കുകയാണ് ലക്ഷ്മി. അപ്പോഴത്തേക്ക് നമ്മുടെ പിങ്കി പറയുന്നു, സ്റ്റഡി ടൂർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് പോകേണ്ട കാര്യങ്ങളൊക്കെ അല്ലേ, ഇതിപ്പോൾ പെട്ടെന്ന് എടുത്തോ പിടിച്ചോ കടിച്ചോ എന്നും പറഞ്ഞു പോയത്, ഇത് അതിനൊന്നും അല്ല, ഇത് അവളുടെ തോന്നിവാസം തന്നെയാണ്. അതും ഇവിടെ വല്യമ്മായി ഉണ്ടപ്പം വല്യമ്മായോട് ചോദിക്കാതെ ഭർത്താവിൻ്റെ ഇഷ്ടം മാത്രം നോക്കി പോയതല്ലേ എന്നൊക്കെ പറഞ്ഞു അതും ഇതുമൊക്കെ പറഞ്ഞു ഭയങ്കര ഫൈറ്റ്. എന്നിട്ട് നമ്മുടെ പിങ്കി മനസ്സിലിങ്ങനെ വിചാരിക്കുക, എടി നന്ദേ, നീ വരുന്നത് വരെ ഞാൻ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുത്ത് അതും ഇതുമൊക്കെ പറഞ്ഞു കൊടുത്ത് എരിവൊക്കെ കയറ്റി കൊടുത്ത് നോക്കിക്കോടി, ഞാൻ നിന്നെ ഇവിടെ വരുമ്പോഴേക്കും ഒരു പരിധിയാക്കി നിന്നെ ഇവിടുന്ന് വെളി ചാടിക്കൂടി എന്ന് മനസ്സിലും വിചാരിക്കുകയാണ്. അപ്പം ലക്ഷ്മി ആണെങ്കിൽ പൂർണ്ണ സപ്പോർട്ടായിട്ട് നന്ദയുടെ കൂടെ തന്നെയുണ്ട്. നന്ദ എവിടെ പോയാലും കുഴപ്പമില്ല, എൻ്റെ മരുമകളെ എനിക്കറിയാം, അതുപോലെ തന്നെ അവളുടെ ഭർത്താവിന് പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്താ ഇത്ര പ്രശ്നം ഇരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഏതായാലും നമ്മുടെ പിങ്കി അതും ഇതുമൊക്കെ ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിൽ ഒന്നും സാധിക്കുന്നില്ല. ഇതേ സമയമാണ് അവിടെ വീണ്ടും ഒരു കൂട്ടച്ചർച്ച നടക്കുക. ആ കൂട്ടച്ചർച്ച വേറൊന്നുമല്ല, കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ പിങ്കിയുടെ വീട്ടിൽ നിന്ന് പിങ്കിയുടെ അച്ഛനെങ്ങാണ്ട് വിളിച്ചിട്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയുകയോ എന്തോ പിങ്കീനെ കൂട്ടിക്കൊണ്ട് പോകാൻ തുടങ്ങും എന്നൊക്കെയാണ് ഇങ്ങനെ ഫോണിൽ കൂടെ സംസാരിച്ചതെന്ന് ഇന്ദീവരൻ തറവാട്ടിലെ തറവാട്ടമ്മയായ നമ്മുടെ അരുന്ധതി പറയുകയാണ്. അവിടെ ഒരു കൂട്ട കച്ചേരി വെച്ചിട്ട് അവിടെ എല്ലാവരും ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ പിങ്കി പറഞ്ഞു, അല്ലെങ്കിലും ഇവിടെ വേറെ ആർക്കും എന്നെക്കുറിച്ചോ അല്ലെങ്കിൽ എൻ്റെ സാഹചര്യത്തെക്കുറിച്ചോ ഒന്നും വേറെ ആർക്കും അന്വേഷിക്കേണ്ട ഒരു കാര്യമില്ലല്ലോ, എൻ്റെ അച്ഛനും അമ്മയും അതുപോലെയൊന്നുമല്ല, ചിലപ്പോൾ എനിക്കറിയില്ല, എന്നെ ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോകാൻ വരെ ചാൻസ് ഉണ്ട്, അങ്ങനെയാണെങ്കിൽ എനിക്ക് പോകാതിരിക്കാനും പറ്റില്ലല്ലോ. പിന്നെ ഇവിടെ ഞാൻ എന്തിനു ജീവിക്കുന്നു, ഒരർത്ഥമില്ലാതെ ഇവിടെ എന്തിനു ജീവിക്കുന്നു, അതിൻ്റെ കാര്യമില്ലല്ലോ, എല്ലാവരും എൻ്റെ പെക്കിട്ട് കയറാൻ നിൽക്കുക എന്നർത്ഥത്തിൽ ഇങ്ങനെ സംസാരിക്കുമ്പം അരുന്ധതി വീണ്ടും പിങ്കിനെ സപ്പോർട്ട് ചെയ്യും. അങ്ങനെ ഒരിക്കലും മോൾ ഇവിടുന്ന് പോകാനുള്ളതല്ല, മോളെ ഈ തറവാട്ടിലേക്ക് വിവാഹം കഴിപ്പിച്ചുകൊണ്ട് വന്നത് ഈ തറവാട്ടിലെ അംഗമായിട്ട് തന്നെ ജീവിക്കാനാണ്, അല്ലാതെ മോൾ ഇവിടുന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കുടുംബത്തിൻ്റെ ഐശ്വര്യം പോവും, മാങ്ങ പോവും, തേങ്ങ പോവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര സംസാരം. ഇത് കേട്ട് കഴിയുമ്പോഴത്തേക്കും ആണെങ്കിലോ പിങ്കിക്ക് അങ്ങ് ഒന്നും കൂടി ഉയർച്ച കൂടുകയാണ്. കാരണം പിങ്കിക്ക് അവിടെ സപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ ഇന്ദീവരൻ തറവാട്ടിലെ തറവാട്ടമ്മ ഉണ്ടല്ലോ. അപ്പം ഗൗതം ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അടുത്തത് നമ്മുടെ നന്ദേനെക്കുറിച്ച് സംസാരിക്കുന്നു. ഗൗതം ഇതുവരെ നന്ദ വിളിച്ചില്ലേ എന്നിങ്ങനെ ചോദിച്ചു നമ്മുടെ വല്യമ്മായി, അതായത് തറവാട്ടമ്മ. അപ്പോഴത്തേക്കും ഗൗതം പറഞ്ഞു, അവള് വിളിച്ചില്ല.
ഇതാ ഞാൻ പറയുന്നത്. പോയിട്ട് ഇതുവരെ ഒന്ന് വിളിക്കുക പോലും ചെയ്തിട്ടില്ല. ആ ഒരു മാന്യത പോലും അവൾ കാണിക്കാത്ത എന്താടാ ഇതാടാ പറയുന്നത്. കുടുംബത്തിൽ പിറന്ന തറവാട്ടിൽ പിറന്ന പെണ്ണുങ്ങളെ വീട്ടിനകത്തേക്ക് കൊണ്ടുവരണമെന്ന്. അവിടെ എവിടെയൊക്കെ കിടന്ന പെണ്ണുങ്ങളെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇരിക്കും, കുടുംബത്തിന് സ്വസ്ഥതയും സമാധാനവും ഉണ്ടാവത്തില്ല എന്നൊക്കെ ഇങ്ങനെ വീണ്ടും വീണ്ടും പറയുകയാണ്. ഏതായാലും ഈ ഒരു സമയത്താണ് പെട്ടെന്ന് നമ്മുടെ നന്ദ വന്ന് നിൽക്കുന്നത്. ഡോറിന് വെളിയിലായിട്ട് നന്ദ വന്ന് നിൽക്കുക. നന്ദേനെ കണ്ടതും അങ്ങ് വല്ലാണ്ടങ്ങ് ഞെട്ടിപ്പോയിട്ടോ. അപ്പോഴത്തേക്കും നന്ദേനെ കണ്ടതും അരുന്ധതി ഇങ്ങോട്ട് വന്നിട്ട്, നീ കയറി വാ ഇങ്ങോട്ട് കയറി വാ. എടി നിനക്കൊന്ന് ഒരു ഫോൺ കോള് പോലും നിനക്ക് ചെയ്യത്തില്ലേടി, നീ എന്താടി ഇത്രയും ദിവസം താമസിച്ചിട്ട് ഇവിടെ ഒരു ഫോൺ കോൾ ചെയ്തു പോലും പറയാതിരുന്നെന്ന് പറഞ്ഞപ്പം, അതിന് ഞാൻ പറഞ്ഞതല്ലായിരുന്നോ 2-3 ദിവസം എനിക്ക് സ്റ്റഡി ടൂർ ഉണ്ടെന്ന്. ആരോട് നീ പറഞ്ഞു? അല്ല, ഞാൻ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞു. പിന്നെ ഞാൻ ആരോടാ പറയേണ്ടതെന്ന് ചോദിച്ചപ്പം പെട്ടെന്ന് പിങ്കി അതങ്ങ് ഏറ്റുപിടിച്ചിട്ട്, കണ്ടോ വല്യമ്മായിക്കൊരു സ്ഥാനവും അവൾ തരുന്നില്ല. അവൾ പറഞ്ഞത് കേട്ടോ, അവളുടെ ഭർത്താവിനോട് പറഞ്ഞിട്ട് പോയതാണ്, അതും കൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല, എനിക്ക് എൻ്റെ ഭർത്താവിനോട് പറഞ്ഞാൽ പോരേന്ന്. അതിൻ്റെ അർത്ഥം എന്താ? വല്യമ്മായി ഈ വീട്ടിലെ ആരുമല്ല, അവൾക്ക് യാതൊരു ബന്ധവുമില്ല വല്യമ്മായി ആയിട്ട്, അവളുടെ ഭർത്താവിനോട് ചോദിച്ചിട്ട് പോയതാണെന്ന്. ഇത് കേട്ടപ്പോഴത്തേക്കും ഗൗതം പറഞ്ഞു, പിങ്കി നീ വെറുതെ എരുതിയിൽ എണ്ണ ഒഴിച്ച് കൊടുക്കുകയൊന്നും വേണ്ട, ഇല്ലാക്കത പറഞ്ഞുണ്ടാക്കുകയൊന്നും വേണ്ട, ആ ഒരു അർത്ഥത്തിലല്ലല്ലോ നന്ദ അങ്ങനെ സംസാരിച്ചത് എന്ന് പറഞ്ഞപ്പോൾ വല്യമ്മായി പറഞ്ഞു, നീ സപ്പോർട്ട് ചെയ്യുക, നിന്റെ ഭാര്യനെ നീ തന്നെയാണോ സപ്പോർട്ട് ചെയ്ത് ഈ വിധത്തിലാക്കി എടുത്തിരിക്കുന്നത്, ഈ കുടുംബത്തിൽ ഇത്രയും നാണക്കേട് കൊണ്ടുവന്നവള് ഇവള് തന്നെയാ എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ലക്ഷ്മിയുടെ അടുത്തേക്ക് നന്ദ അങ്ങോട്ട് ചെന്നിട്ട്, അമ്മേ ഞാനൊരു കാര്യം പറയട്ടെ, അമ്മ ഒരു കാര്യം ചെയ്തേ, ഒരു ആരതി എടുത്തോണ്ട് വന്നിട്ട് ആരതി ഒഴിഞ്ഞു വേണം അകത്ത് കയറാൻ. ഇത് കേട്ടപ്പോഴത്തേക്കും പിങ്കി, പിന്നെ ആരതി ഒഴിഞ്ഞ് ഇത്രയൊക്കെ ചെയ്തു വെച്ച് വന്നതും പോരാഞ്ഞിട്ട് ഇനി ആരതി ഒഴിഞ്ഞ് ഇവളെ സ്വീകരിക്കണം എന്നാ വല്യമ്മായി ഇവള് പറയുന്നത് എന്ന് പിങ്കി. അപ്പോഴത്തേക്കും, അതേ എന്നെ സ്വീകരിക്കേണ്ട കാര്യമല്ല പിങ്കി ഞാൻ പറയുന്നത്. അയ്യേ, അതിന് എന്നെ സ്വീകരിക്കണം എന്ന് പറഞ്ഞോ? എന്നെ സ്വീകരിക്കാൻ ഞാൻ ഇവിടെ നിന്നല്ലേ പോയത്, ഇവിടുന്ന് പോയിട്ട് 3 ദിവസം കഴിഞ്ഞ് വരുന്നും പറഞ്ഞു. പക്ഷേ ഇവിടുന്ന് പോയ 2 വ്യക്തികൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അത് ഏറ്റവും കൂടുതൽ ഞെട്ടലുണ്ടാക്കുന്നത് പിങ്കിക്ക് തന്നെയായിരിക്കും. പിങ്കിക്ക് സമാധാനവും സന്തോഷമാവുന്ന ഒരു കാര്യമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്നും പറഞ്ഞ്, കയറി വാ എന്നും പറഞ്ഞ് ഇങ്ങനെ വിളിക്കുകയാണ്. വിളിച്ചപ്പോഴത്തേക്കും ആദ്യം നമ്മുടെ സുമംഗലി വന്ന് നിൽക്കുന്നു. സുമംഗലീനെ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും വലിയൊരു സന്തോഷമായിട്ട്, എല്ലാവർക്കും മീൻസ് നമ്മുടെ ആർക്കാ വല്യമ്മായി, അത് അരുന്ധതിക്കൊക്കെ വലിയ സന്തോഷമായി. അതിൻ്റെ പുറകെ വരുന്നു നമ്മുടെ അർജുനെ കണ്ടതും ഒരു ഒറ്റ ഞെട്ടായിരുന്നു സത്യം പറഞ്ഞാൽ നമ്മുടെ പിങ്കി. അങ്ങനെയാണ് അർജുൻ്റെ എൻട്രി എന്ന് പറയുന്നത് കേട്ടോ. അപ്പം വീണ്ടും നമ്മുടെ അർജുൻ എൻട്രി ചെയ്തിരിക്കുകയാണ് എങ്ങോട്ടേക്ക്? ഹിന്ദി വരം തറവാട്ടിലേക്ക്. അങ്ങനെ അർജുനെ കണ്ടത് ലക്ഷ്മിയും, അതുപോലെ ലക്ഷ്മി ആരതി എടുക്കാൻ പോയിട്ടോ, ലക്ഷ്മിയില്ല, നമ്മുടെ അരുന്ധതി ദേവി അങ്ങോട്ട് കയറി ചെന്ന് അങ്ങോട്ട് കെട്ടിപ്പിടിച്ചിട്ട്, മോനെ നീ എവിടെയായിരുന്നടാ ഇത്രയും നാളും എന്നും പറഞ്ഞ് അങ്ങോട്ട് കരയാൻ തുടങ്ങി. ഭയങ്കര കരച്ചിൽ. കാരണം അത് ഒറിജിനലായിട്ട് തന്നെ കരയുന്നതാണ്, അല്ലാതെ വേറെ എന്താ പറയുക ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന കരച്ചിലൊന്നും അല്ല കേട്ടോ. ഒറിജിനലായിട്ട് തന്നെ കരയുന്നതാണ്. നമ്മുടെ അർജുനെ എല്ലാവർക്കും വലിയ ഇഷ്ടമാണല്ലോ. അപ്പോൾ അങ്ങനെ ചെന്ന് കെട്ടിപ്പിടിച്ചൊക്കെ കരയാണ്. ഇതിൻ്റെ ഇടയ്ക്കൊരു സീൻ എനിക്ക് മിസ്സായി പോയിട്ടുണ്ട്, അത് ഞാൻ കയറ്റി പറയാം കേട്ടോ. എങ്ങനെയാണ് നമ്മുടെ അർജുൻ ഇവിടെ എത്തിപ്പെട്ടതെന്നല്ലേ. അപ്പം ആ ഒരു സീൻ അവിടെ കാണിക്കുന്നുണ്ട്. നമ്മുടെ സുമംഗലി അവിടെ ചെല്ലുകയും സുമംഗലീനെയും കൊണ്ട് നമ്മുടെ നന്ദ ജയിലിൽ ചെല്ലുകയാണ്. സുമംഗലീനെ കണ്ടു കഴിയുമ്പോഴത്തേക്കും അർജുൻ്റെ എല്ലാ പിടിയും വിട്ടു പോവുകയാണ് കേട്ടോ. അമ്മേനെ അല്ലേ കാണുന്നത്, ഇത്ര നാളുകൾക്ക് ശേഷമാണ്. അപ്പോൾ അമ്മേനെ കാണുന്നു. അമ്മ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കും, മോനെ എന്താ പറ്റിയത്, മോന് വീട്ടിലേക്ക് വാ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും, ഇല്ല ഞാൻ വീട്ടിലേക്ക് വരില്ല, ഞാനിങ്ങനെ യുദ്ധത്തിനിടയിൽ പെട്ടുപോയതാണ്, സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പെടൽ ഞാൻ സത്യമായിട്ടും അത് ഞാൻ ഉൾക്കൊണ്ടത് വേറൊന്നും കൊണ്ടുമല്ല. ഞാൻ എന്തിനാ അങ്ങോട്ടേക്ക് വരുന്നത്? എന്നെ സ്നേഹിക്കാത്തൊരു പെണ്ണിൻ്റെ കൂടെ എനിക്ക് ജീവിക്കേണ്ട കാര്യമുണ്ടോ? ഞാനത് അന്ന് കല്യാണം കഴിച്ച് അന്ന് രാത്രി തന്നെ അവളെ ഡിവോഴ്സ് ചെയ്താന്നൊക്കെ പറഞ്ഞു. ഏതായാലും ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നന്ദ ഓരോ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്താണ് നമ്മുടെ അർജുൻ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അർജുന് വാക്ക് കൊടുത്തിട്ടുണ്ട്, നമ്മുടെ പിങ്കിയുടെ മനസ്സ് മാറി പിങ്കിയെ നിനക്ക് ഭാര്യയായിട്ട് തരുമെന്ന വാക്കാൽ നമ്മുടെ അർജുൻ ഇവിടെ വന്നേക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അത് ഇടയ്ക്ക് ആ ഒരു സീനും കാണിക്കുന്നുണ്ടേ. കാരണം ഞാൻ വിട്ടുപോയി അത് പറയാനായിട്ട്, അതുകൊണ്ടാണ് ഇടയ്ക്ക് പറഞ്ഞത്. അപ്പോൾ ഏതായാലും അർജുൻ വന്നു. അർജുനെ കണ്ടിട്ട് പിങ്കി ആണെങ്കിൽ പിങ്കിക്ക് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല. പിങ്കിയുടെ നാക്ക് ഇറങ്ങിപ്പോയെന്നാണ് തോന്നുന്നത്. പിങ്കി ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുന്നതേ ഉള്ളൂ. അർജുൻ പിങ്കി അപ്പം നോക്കുന്നുമില്ല. അങ്ങനെ സുമംഗലി കയറി വന്നിട്ട് പറഞ്ഞു, എൻ്റെ ഭാഗ്യമായടുത്ത് എൻ്റെ കുഞ്ഞിനെ എനിക്ക് തിരിച്ചു കിട്ടിയത് എല്ലാം ഈ നന്ദ കാരണമാണ്, നന്ദമോള് കാരണം എനിക്ക് എല്ലാം തിരിച്ചു കിട്ടിയത്. ഞാനുണ്ടല്ലോ
ഒരു സ്ഥലത്ത് പോയി ഒരു അമ്പലത്തിൽ പോയി ഭജന ഇരിക്കാം എന്നൊക്കെ നേർന്നതായിരുന്നു. എന്തോ അങ്ങനെ നേർന്ന ആ ഒരു സമയം എന്തോ അത്ഭുതം പോലെ എന്നെ നന്ദമോള് വിളിച്ചതും ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നതും ഒക്കെ അറിയില്ല. എനിക്ക് എന്തുമാത്രം സന്തോഷമുണ്ടെന്ന് എനിക്കറിയില്ല. എൻ്റെ കുഞ്ഞിനെ ഇങ്ങനെ എനിക്ക് കാണാൻ പറ്റുന്നതിന് ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. ഇപ്പം എനിക്ക് എൻ്റെ ദൈവത്തിൻ്റെ സ്ഥാനത്താണ് നന്ദമോള് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് നമ്മുടെ സുമംഗലി. ഏതായാലും അപ്പോഴാണ് ആരതിയുമായിട്ട് നമ്മുടെ ലക്ഷ്മി വന്ന് ആ കാഴ്ച കണ്ട് ഞെട്ടുന്നത്. ലക്ഷ്മി നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും ദേ നിൽക്കുന്നു നമ്മുടെ അർജുൻ. ലക്ഷ്മിക്ക് സന്തോഷം സഹിക്കാനാവാതെ ഓടി വന്നിട്ട് ആരതിയൊക്കെ ഒഴിയുന്നത് പിന്നെ കെട്ടിപ്പിടിച്ചങ്ങോട്ട്, മോനെ എങ്കിലും നന്ദ നീ ഇതിനു വേണ്ടിയാണോ? അതെ അമ്മേ, ഞാൻ ഇതിനു വേണ്ടിയാ പോയത്. അതെ, ഞാൻ വെറുതെ ഒന്നുമല്ല ഇതിനു വേണ്ടി പോയത്. ഇവിടെ എല്ലാവരുടെയും സങ്കടം മാറണ്ടേ, എല്ലാവരുടെയും സന്തോഷം കാണണ്ടേ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ അരുന്ധതി പറഞ്ഞു, അതെ, ഏറ്റവും കൂടുതൽ സന്തോഷം നമ്മുടെ പിങ്കിക്ക് തന്നെ ആയിരിക്കുന്നു. പിങ്കി നോക്കിയപ്പോഴത്തേക്കും പിങ്കി മുഖവും വീർപ്പിച്ച് കെട്ടി നിൽക്കുക. അപ്പോഴത്തേക്കും നന്ദ പറഞ്ഞു, അതെ, പിങ്കിയുടെ സന്തോഷം കാണാൻ വേണ്ടി തന്നെ ഞാൻ ഇതൊക്കെ ചെയ്തത്. പിങ്കിനെ കുറിച്ച് ഓർക്കുമ്പോൾ സത്യത്തിലേ എനിക്കൊരു സമാധാനമില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തതെന്ന് പറഞ്ഞു. ഏതായാലും അന്തം വിട്ട് കുന്തം പോലെ നിൽക്കുന്ന പിങ്കി നമ്മുടെ അർജുൻ വന്നുവെങ്കിലും പൂർണ്ണമായിട്ടും ഒരു സന്തോഷമൊന്നും ഇല്ലാട്ടോ ആ മുഖത്ത്. കാരണം അറിയാലോ ഇതൊക്കെ തന്നെ സംഭവം. ഏതായാലും ഈ ഒരു സീനൊക്കെ കാണിച്ചാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പം കാത്തിരിപ്പിനൊടുവിൽ നമ്മുടെ അർജുൻ എത്തിയിരിക്കുകയാണ്. അപ്പം മിസ് ചെയ്ത് കളയാതെ വൈകിട്ടും കാണുക. അടിപൊളി വിശേഷം തന്നെയാണ് കേട്ടോ ഇന്ന്. അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു അടിപൊളി ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. അടുത്ത നെക്സ്റ്റ് ഒരു സൂപ്പർ ഹിറ്റ് വിശേഷവുമായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.